അധിക പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ ഗുണ്ടായിസത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് CR മഹേഷ് MLA ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങരയിലെ കുടുംബത്തിലെ 4 പേർ അധിക പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവമുണ്ടായിരുന്നു. 2022-ൽ മണപ്പുറം ബാങ്കിൽ നിന്നും വീട് നിർമ്മാണത്തിനായി വായ്പയെടുത്ത കുടുംബമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വായ്പ അടയ്ക്കാതിരുന്നതിനെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വീട് ജപ്തി ചെയ്തത്. വീടിന് വേണ്ടിയാണ് ലോൺ എടുത്തത്. അവരിപ്പോൾ അടയ്ക്കാൻ വയ്യ. എൻ്റെ കുഞ്ഞുങ്ങൾ ആ കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോയി എല്ലാ കാര്യങ്ങളും നടത്തണം. അതിന് തീരെ വയ്യാത്ത ഒരു കുഞ്ഞ്. ഞാൻ എന്ത് ചെയ്യും? അവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. അവർ വന്ന് ഇപ്പിടിച്ച് കൊണ്ടുപോകും. ഞാത്തുങ്ങൾ എവിടെ ഇറങ്ങിപ്പോകും. 2 കോടി കുഞ്ഞുങ്ങൾ. ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം ആരംഭിച്ച വീടിനായിരുന്നു വായ്പയെടുത്തത്. 8,22,063 രൂപ വായ്പയെടുത്തത് പലിശ ഉൾപ്പെടെ 10 ലക്ഷത്തിലധികം രൂപയായി. ഈ സാഹചര്യത്തിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ആളുകൾ ഭീഷണി മുഴക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തു. തുടർന്നാണ് 4-അംഗ കുടുംബം ആത്മഹത്യാശ്രമം നടത്തിയത്. ദമ്പതികളും മക്കളും വീടിനകത്ത് മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യാശ്രമം നടത്തുകയായിരുന്നു. ഇവിടെ ബാങ്കുകാരെല്ലാം വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്ന് സംസാരിച്ച് ഇറക്കി വിടല്ലേ, കൂട്ടിക്കൊണ്ടുപോയ 2 കുഞ്ഞുങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാലേ വീണു. എന്നിട്ട് അവരത് കേൾക്കാതെ കഥവും പൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ സിറ്റോട്ടിൽ കയറി ഇരിയടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ണാനായിട്ട് അകത്തോട്ട് കയറിയതാണ്. അകത്തോട്ട് കയറിയപ്പം ഭയങ്കര മണ്ണെണ്ണയുടെ വാട വരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങി ഓടി വന്നു നോക്കുമ്പോൾ തീപ്പെട്ടിയും കൊണ്ട് നിൽക്കുക. ഞാൻ അപ്പോഴത്തേക്ക് ഓടി വരണേ നാട്ടുകാരെയെന്നും പറഞ്ഞ് എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടി. അങ്ങനെ ആൾക്കാരെല്ലാവരും കൂടി ഓടി വന്ന് വെള്ളം കോരി തലവഴി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഇവിടെ ഇരുത്തി. വിവരമറിഞ്ഞ് CR മഹേഷ് MLA ഉൾപ്പെടെ സ്ഥലത്തെത്തി ബാങ്കുകാരുമായി ചർച്ച നടത്തി. ഇതിനിടയിൽ ബാങ്കുകാർ MLAയോട് മോശമായി ഇടപെടുകയും ചെയ്തു. ഇത് വിവാദത്തിന് കാരണമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമിത പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഇത്തരം ബാങ്കുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടത്. ഈ അയലത്തുകാർ ഉൾപ്പെടെ നാട്ടുകാർ വന്നില്ലായിരുന്നെങ്കിൽ ഇത് 4 എണ്ണവും അഗ്നിക്കിരയായി പോയാണ്, ചാമ്പലായി പോയാണ്. എന്നിട്ട് ഞാനിവിടെ വന്നിരുന്നുകൊണ്ട് അതിൻ്റെ ഒരു ഇവരുടെ കയ്യിൽ നമ്പറുള്ള ഒരു ബാങ്കിൻ്റെ ആ ഉത്തരവാദിത്തപ്പെട്ട ഈ മണപ്പുറം ബാങ്കിൻ്റെ ആളിനെ വിളിച്ചപ്പോൾ എന്നെ പൂര തെറിയാണ് വിളിക്കുന്നത്. ഞാനൊരു ജനപ്രതിനിധിയായിട്ട് വിളിക്കുന്നത്. 5 സെൻറ്റുകാരന് ലോൺ കൊടുത്തിട്ട് ലോൺ എടുത്താൽ അടയ്ക്കണം, തിരിച്ചടയ്ക്കണം, അതിനൊന്നും നമ്മളെതിരല്ല. പക്ഷേ ഇതുപോലെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ എടുത്ത് പൂച്ചയെ പിടിച്ചെടുത്ത് വെളിയിൽ കളയുന്നത് പോലെ പൂട്ടി സീൽ ചെയ്ത് ഇപ്പം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പേപ്പറുകൾ റെഡിയാക്കിക്കൊണ്ട് വന്നിട്ട് ഇതൊരു ഗുണ്ടായിസം പോലെ ഭീഷണിപ്പെടുത്തുന്ന, എന്നിട്ട് അതുപോലുള്ള ഗുണ്ടകളെയാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതൊരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല. പ്രത്യേകിച്ച് നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 4 പേർ, കോടതി ഉത്തരവാണ്, ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഈ 2 കുഞ്ഞുങ്ങളടക്കം ഈ അച്ഛനും അമ്മയും 4 പേർ ഈ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ